ഹായ് ഹലോ ജിയോസ്, എല്ലാ മക്കൾക്കും എജുമെറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ EVSലെ മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 4ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ആക്ടിവിറ്റി 1 ഹാസ് 2 questions, 1A and 1B. ആൻസർ എനി വൺ കംപ്ലീറ്റ്ലി. എയും ഉണ്ട് ബിയും ഉണ്ട്, ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതാനാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ആക്ടിവിറ്റി 1A നോക്കൂ. ഡയറക്ഷൻ ആൻഡ് മാപ്പിംഗ്. എ ക്വസ്റ്റ്യൻ നോക്കൂ. മാർക്ക് ടിക്ക് ഫോർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ് ഫോർ ദ റോങ് വൺ. ശരിക്ക് നേരെ ശരിയും തെറ്റിന് നേരെ തെറ്റും എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വൈൽ ഡ്രോയിങ് എ മാപ്പ് നോർത്ത് ഈസ് ഓൾവേസ് അറ്റ് ദ ടോപ്പ്. മാപ്പ് വരയ്ക്കുമ്പോൾ നോർത്ത് എപ്പോഴും മുകളിലായിരിക്കും. ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ. സെക്കൻഡ് വൺ നോക്കൂ. എ മാഗ്നറ്റിക് കോമ്പസ് വർക്ക്സ് ബെസ്റ്റ് നിയർ ലാർജ് അയൺ ഒബ്ജക്ട്സ്. മാഗ്നറ്റിക് കോമ്പസ് ലാർജ് അയൺ ഒബ്ജക്ട്സിൻ്റെ അടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല, തെറ്റാണ് കേട്ടോ. കാരണം എന്താണ്? അത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ ഓവർകം ചെയ്ത് അയണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ദിശ മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂല കേട്ടോ. സോ അത് തെറ്റാണ്. ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഇമാജിൻ യു ആർ സ്റ്റാൻഡിങ് ഇൻ എ ഫോറസ്റ്റ് അറ്റ് നൈറ്റ്. നമ്മൾ രാത്രി ഒരു കാട്ടിലാണ് നിൽക്കുന്നത്. ദർ ഈസ് നോ സൺ ആൻഡ് യുവർ ഫോൺ GPS ഹാസ് നോ സിഗ്നൽ. അവിടെ സണ്ണും ഇല്ല, നിൻ്റെ ഫോണിൽ GPS സിഗ്നലും കിട്ടുന്നില്ല. ഹൗ ക്യാൻ യു ഫൈൻഡ് ദ നോർത്ത് ഡയറക്ഷൻ യൂസിങ് ദ സ്റ്റാർസ്. സ്റ്റാർ ഉപയോഗിച്ച് എങ്ങനെയാണ് നോർത്ത് ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക? ബൈ ഐഡൻറ്റിഫൈയിങ് ദ പോൾ സ്റ്റാർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. The pole star is always positioned almost directly above the north pole. So facing it means you are facing north. അപ്പം എന്താ പറയുന്നത്? ആകാശത്തെ സ്റ്റാർസ് ഉണ്ടാവില്ലേ, നമ്മുടെ പോൾ സ്റ്റാർ, ധ്രുവ നക്ഷത്രം, അത് നോക്കിയിട്ട് നമുക്ക് നോർത്ത് കണ്ടുപിടിക്കാം. അതെപ്പോഴും നോർത്ത് പൊസിഷനിലാണ് സിറ്റുവേറ്റ് ചെയ്യുക. സോ നമുക്ക് ധ്രുവ നക്ഷത്രം കണ്ടുപിടിച്ചാൽ നമുക്ക് നോർത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കാം കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ശരിയായത് തിരഞ്ഞെടുക്കാനായിട്ടോ പറയുന്നത്. ഇഫ് യു ഫേസ് ദ സെറ്റിംഗ് സൺ യുവർ ലെഫ്റ്റ് ഹാൻഡ് പോയിൻറ്റ് സൗത്ത്. നിങ്ങൾ സെറ്റിംഗ് സണ്ണിന് നേരെ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൗത്തിലേക്കായിരിക്കും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ. സെക്കൻഡ്, എ മാപ്പ് ഇൻഡെക്സ് യൂസസ് സിമ്പിൾ ബിക്കോസ് റിയൽ ഒബ്ജക്ട്സ് കാനോട്ട് ബി ഡ്രോൺ ടു സ്കെയിൽ. ഒരു മാപ്പിൽ സിമ്പിളുകളാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ റിയൽ ഒബ്ജക്റ്റ് അത്രയും വലുതാക്കി വരയ്ക്കാനൊന്നും കഴിയൂല. തേർഡ് വൺ, ദ നീഡിൽ ഓഫ് എ മാഗ്നറ്റിക് കോമ്പസ് ഈസ് എ ടൈനി മാഗ്നറ്റിക്. മാഗ്നറ്റിക് കോമ്പസിൻ്റെ നീഡിൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മാഗ്നറ്റിക് തന്നെയാണ്. ഫോർത്ത് വൺ, GPS യൂസസ് സെല്ലുലാർ ടവേഴ്സ് നോട്ട് സാറ്റലൈറ്റ് ടു ഫൈൻഡ് ലൊക്കേഷൻ. GPS യൂസ് ചെയ്യുന്നത് ടവർ വെച്ചിട്ടാണ്, പക്ഷെ സാറ്റലൈറ്റ് ഒന്നല്ല എന്നാണ് പറയുന്നത്. ഇതിലേതൊക്കെയാണ് മക്കളെ ശരി? യെസ്, ഫസ്റ്റത്തെ 3ഉം ശരി തന്നെയാണല്ലേ. 1, 2 and 3 അത് 3ഉം ശരി തന്നെയാണ്. ഫോർത്ത് 1 ആണ് തെറ്റ്. GPS എങ്ങനെ തന്നെയാണ് സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതല്ലേ. ഓപ്ഷൻസ് ഉണ്ട്. A 1, 2, 3 are true. B 2 and 4 are true. C 1 and 3 are true. D all are true. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 1, 2 and 3 are true. ഇനി ഓർ ക്വസ്റ്റ്യൻ ആണ് 1B. ജിയോഗ്രഫി ഓഫ് കേരള. കേരള ഹാസ് 44 rivers. ഹൗ മെനി ഓഫ് ദം ഫ്ലോ ഈസ്റ്റ്. അപ്പോൾ എന്താണ് പറയുന്നത്? 44 റിവേഴ്സ് ഉണ്ട് കേരളത്തിൽ. അതിൽ ഈസ്റ്റിലേക്ക് കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണമാണ് ചോദിക്കുന്നത് കേട്ടോ. എത്ര എണ്ണമാണ്? 3 ആണല്ലേ. കബനി, ഭവാനി, പാമ്പാർ ഈ 3 റിവേഴ്സുമാണ് ഈസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ്, മെൻഷൻ 2 ഡിഫറൻസസ് ബിറ്റ്വീൻ എ റിവർ ആൻഡ് എ ലേക്ക് ഓർ ബാക്ക് വാട്ടർ. റിവറും ലേക്കും തമ്മിലുള്ള 2 ഡിഫറൻസസ് മെൻഷൻ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. എന്തെല്ലാമാണ് ഡിഫറൻസസ്? എ റിവർ ഈസ് എ ഫ്ലോയിങ് ബോഡി ഓഫ് വാട്ടർ. റിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോയിങ് ബോഡിയാണ്. whereas a lake or backwater is usually a still or wide spread body of water. അതെന്താണ്? നിശ്ചലമാണ്, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫ്ലോയിങ് ഓഫ് വാട്ടറേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒരു കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് ലേക്ക് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, ഒരു തടാകം.
സെക്കൻഡ് വൺ നോക്കൂ, റിവേഴ്സ് കണ്ടെയ്ൻ ഫ്രഷ് വാട്ടർ. പുഴകളിൽ ഫ്രഷ് വാട്ടർ ആണ് ഉണ്ടാവുക. മെനി ബാക്ക് വാട്ടേഴ്സ് ഇൻ കേരള ആർ കണക്റ്റഡ് ടു ദ സീ ആൻഡ് കണ്ടെയ്ൻ സോൾട്ടി വാട്ടർ. പക്ഷേ ബാക്ക് വാട്ടേഴ്സിൽ സീയുമായിട്ട് കണക്റ്റ് ആയതുകൊണ്ട് തന്നെ സോൾട്ടി വാട്ടർ, ഉപ്പുവെള്ളമായിരിക്കും ഭൂരിഭാഗവും ഉണ്ടാവുക കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ, മോസ്റ്റ് ഓഫ് കേരളാസ് റിവേഴ്സ് ഒറിജിനേറ്റ് ഇൻ ദ വെസ്റ്റേൺ ഗാറ്റ്സ് ഓഫ് ഫ്ലോ ഇൻ ടു ദ അറേബ്യൻ സീ. ഇഫ് ദ ലാൻഡ് ഓഫ് കേരള slanted towards the east instead of the west, what would happen to our 41 west flowing rivers? അപ്പോൾ എന്താണ് മക്കളെ പറയുന്നത്, നമ്മുടെ കേരളത്തിലെ 41 റിവേഴ്സും എങ്ങോട്ടാണ് ഒഴുകുന്നത്? വെസ്റ്റേണിലേക്കല്ലേ, വെസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അതുപോലെ അത് വെസ്റ്റിലേക്കാണ് ഒഴുകുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ ചെരിവ് ഈസ്റ്റിലേക്കാണെങ്കിൽ ഈ 41 റിവറുകളും എങ്ങോട്ടായിരിക്കും ഫ്ലോ ചെയ്യുക? എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അഥവാ ഇപ്പോൾ പടിഞ്ഞാറോട്ടാണ് ചെരിവ്, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലായതുകൊണ്ടാണ് വെസ്റ്റിലേക്ക് ഒഴുകുന്നത്. അത് ഈസ്റ്റിലേക്കാണെങ്കിൽ ഈ 41 വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും എന്തായിരിക്കും സംഭവിക്കുക? അവരെങ്ങോട്ടേക്കായിരിക്കും ഒഴുകുക എന്നാണ് ചോദിക്കുന്നത്. ഇഫ് ദ ലാൻഡ് സ്ലാൻറ്റഡ് ഈസ്റ്റ്, our 41 west flowing rivers would change direction and flow towards Tamil Nadu and eventually into the Bay of Bengal. ഈസ്റ്റിലേക്കാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ 41 റിവേഴ്സും തമിഴ്നാട്ടിലേക്കായിരിക്കും ഒഴുകുന്നത്. തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്കോ ആയിരിക്കും ഒഴുകുന്നത് കേട്ടോ, അറബിക്കടലിലേക്കാവില്ല. ദിസ് വുഡ് ലീവ് ദ കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് കേരള വിത്ത് എ സെവർ വാട്ടർ ഷോർട്ടേജ് ആൻഡ് വുഡ് ഡിസ്ട്രോയ് ദ ബാക്ക് വാട്ടർ എക്കോസിസ്റ്റം. ഇങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ കേരളത്തിൽ വലിയ ക്ഷാമം ഉണ്ടാവും, വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാവും, അതുപോലെ ബാക്ക് വാട്ടർ എക്കോസിസ്റ്റം ഒക്കെ ഇല്ലാതെയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ആക്ടിവിറ്റി 2, ലോക്കൽ ഗവേണൻസ്. മാച്ച് ദ ഫോളോയിങ്: ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, പ്രസിഡന്റ്, ചെയർപേഴ്സൺ, മേയർ. എന്തൊക്കെയായിരുന്നു മക്കളെ? ഗ്രാമപഞ്ചായത്ത് ആരായിരുന്നു? സോറി കേട്ടോ മക്കളെ, ഇത് ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്കാണ്. ഇതുപോലെ തന്നെയാണല്ലേ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ്, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആണ്, മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തന്നെയാണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഈസ് ദ മെയിൻ പേർപ്പസ് ഓഫ് എ വാർഡ് സഭ ഓർ ഗ്രാമസഭ? ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയുടെ മെയിൻ പർപ്പസ് എന്താണ്, ലക്ഷ്യം എന്താണ്? The main purpose of a Gram Sabha or Ward Sabha is for the voters of an area to come together, discuss the development activities of that ward and decide on its needs. ഇപ്പോൾ എന്തിനാണ് ഗ്രാമസഭയും വാർഡ് സഭയൊക്കെ? അവിടെയുള്ള വോട്ടേഴ്സ് ഒത്തുകൂടി അവരുടെ വാർഡിൽ ഇനി എന്തെല്ലാം ആക്ടിവിറ്റീസുകൾ നടത്തണം എന്നൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു ഏരിയയാണല്ലേ ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? നോക്കൂ, ആക്ടിവിറ്റി 2-ൽ സി ക്വസ്റ്റ്യൻ. ഇഫ് എ വില്ലേജ് ഡിസൈഡഡ് ടു ബിൽഡ് എ ന്യൂ ലൈബ്രറി, വൈ ഈസ് ഇറ്റ് ലീഗലി നെസസറി ടു ഡിസ്കസ് ഇറ്റ് ഇൻ ദ ഗ്രാമസഭ ഇൻസ്റ്റെഡ് ഓഫ് ദ പ്രസിഡൻറ്റ് ഡിസൈഡിങ് ഇറ്റ് അലോൺ? വില്ലേജിൽ ഒരു ഗ്രാമത്തിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കണം, അത് ഉണ്ടാക്കാൻ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പ്രസിഡന്റ് മാത്രം ഡിസൈഡ് ചെയ്താൽ പോരെ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എന്തിനാണ് എല്ലാവരോടും കൂടി തീരുമാനിച്ച് അവിടെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവേണൻസ്, ഡിസിഷൻസ് ഷുഡ് ബി മെയ്ഡ് ബൈ ദ പീപ്പിൾ. ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണ്? ജനങ്ങളും കൂടി തീരുമാനങ്ങൾ എടുക്കുന്നതാണല്ലേ. It is mandatory to legally convince a Gram Sabha to discuss public needs like libraries and to get the opinion of the people. ഇത് ജനങ്ങളോട് സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങളും കൂടി എടുക്കേണ്ടത് അവിടെ എന്താണ്? നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കൂ, ആക്ടിവിറ്റി 3, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഹിസ്റ്ററി. ക്വസ്റ്റ്യൻ നോക്കൂ, ലിസ്റ്റ് 3 ഫെസിലിറ്റീസ് എ സ്കൂൾ മസ്റ്റ് ഹാവ് ടു ബി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഫ്രണ്ട്ലി. അപ്പം എന്താണ്? ഒരു സ്കൂളിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്ക് മസ്റ്റായിട്ടും വേണ്ട 3 ഫെസിലിറ്റീസുകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? റാംസ് എന്ന് പറഞ്ഞാൽ സ്റ്റെയർ അല്ലാത്ത ഒരു സ്ലോപ്പായിട്ടുള്ള ഏരിയ ഉണ്ടാവില്ലേ, അത്. സെക്കൻഡ് വൺ ഹാൻഡ് റെയിൽസ് എന്ന് പറഞ്ഞാൽ സ്റ്റെയറിന് പിടുത്തം വേണം. തേർഡ് വൺ ലാർജ് ഡോർസ് ഫോർ വീൽ ചെയർ കൊണ്ടുപോകാൻ വേണ്ട അത്ര ലാർജ് ഡോറ് വേണം, വലിയ ഡോറ്. ഫോർത്ത് വൺ ആക്സസ് ആൻഡ് സെപ്പറേറ്റ് വാഷ്റൂംസ്, അവരെല്ലാവരെയും ആക്സസ് ചെയ്യണം, അതുമാത്രമല്ല അവർക്ക് സെപ്പറേറ്റ് വാഷ്റൂമും വേണം. ബി ക്വസ്റ്റ്യൻ നോക്കൂ, നെയിം 2 മേജർ പാൻഡമിക്സ്
ദാറ്റ് അഫക്റ്റഡ് കേരള ബിഫോർ കോവിഡ്-19 മുമ്പ് കേരളത്തെ ബാധിച്ചിട്ടുള്ള മാറാരോഗങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഏതെല്ലാമായിരിക്കും മക്കളെ? സ്മോൾ പോക്സ് ഉണ്ട്, കോളറ ഉണ്ട്, പിന്നെ പ്ലാഗ് ഉണ്ട് അല്ലേ. ഇനി സി നോക്കൂ. എ സ്കൂൾ ബിലോങ്സ് ടു എവ്രി വൺ. ഇഫ് എ സ്കൂൾ ഹാസ് എ റാമ്പ് ബട്ട് ദ ലബോറട്ടറി ഈസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ വിത്ത് ഓൺലി സ്റ്റെയേഴ്സ്, ഈസ് ദാറ്റ് സ്കൂൾ ട്രൂലി ഇൻക്ലൂസീവ്? സജസ്റ്റ് എ സൊല്യൂഷൻ. ഒരു സ്കൂള് എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ ഒരു സ്കൂളിൽ റാമ്പ് ഉണ്ട്, പക്ഷേ ലബോറട്ടറി എവിടെയാണ്? സെക്കൻഡ് ഫ്ലോറിലാണ്. സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റെയേഴ്സിലൂടെ മാത്രം പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരു സ്കൂള് ശരിക്കും നല്ലൊരു സ്കൂളാണ് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇതിനൊരു സൊല്യൂഷൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും, നമുക്ക് എന്ത് സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും? നോ, the school is not truly inclusive because a student in a wheelchair cannot access the laboratory independently. ഒരു വീൽ ചെയറിലുള്ള കുട്ടിക്ക് ഒറ്റയ്ക്ക് ലബോറട്ടറിയിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല അല്ലേ. സൊല്യൂഷൻസ് എന്തൊക്കെയായിരിക്കും? മൂവ് ദ ലബോറട്ടറി ടു ദ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ലബോറട്ടറി മൂവ് ചെയ്യുക. സെക്കൻഡ് സൊല്യൂഷൻ എന്താണ്? പ്രൊവൈഡ് ലിഫ്റ്റ് ഫെസിലിറ്റീസ് ടു പെർ ഫ്ലോർ. ഓരോ ഫ്ലോറിനും ലിഫ്റ്റ് ഫെസിലിറ്റീസാണ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴും അത്തരം കുട്ടികൾക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഇനി ആക്ടിവിറ്റി 4 നോക്കൂ. നോ ദ സോളാർ സിസ്റ്റം. അമ്മു ആൻഡ് ഫ്രണ്ട്സ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് സോളാർ സിസ്റ്റം. ലുക്ക് അറ്റ് ദ നെയിംസ് ഓഫ് പ്ലാനറ്റ്സ് റിട്ടൺ ബൈ അമ്മു ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. If there is any mistakes, correct it and write. Mercury, Venus, Mars, Earth, Saturn, Uranus, Jupiter, Neptune. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് അമ്മവും കൂട്ടുകാരും പ്ലാനറ്റ്സിനെ എഴുതിയതാണ് അവിടെ തന്നിട്ടുള്ളത്. മെർക്കുറി, വീനസ്, മാർസ്, എർത്ത്, സാറ്റേൺ, യുറാനസ്, ജൂപ്പിറ്റർ, നെപ്റ്റ്യൂൺ. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ശരിയാണോ? അല്ല അല്ലേ. ദ ഓർഡർ ഓഫ് നെയിംസ് ഓഫ് പ്ലാനറ്റ്സ് റിട്ടൺ ബൈ അമ്മു ഈസ് റോങ്. ദ കറക്റ്റ് ഓർഡർ ഈസ് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇങ്ങനെയാണ് കറക്റ്റ് ഓർഡർ കേട്ടോ. അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ ആൻഡ് റൈറ്റ് ഇറ്റ്. താഴെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് കറക്റ്റ് കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത് കേട്ടോ. എന്താണ്? ദ മാർസ് ഈസ് ദ ഓൺലി സെലസ്റ്റിയൽ ബോഡി ദാറ്റ് ഹ്യൂമൻസ് ഹാവ് എവർ സെറ്റ് ഫുട്ട് ഓൺ. ഹ്യൂമൻസ് കാലുകുത്തിയ ഒരേ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നതാണ് മാർസ് മാത്രമാണ്. സെലസ്റ്റിയൽ ബോഡി കേട്ടോ. സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ നോക്കൂ. ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മൂൺ ഈസ് നോൺ ആസ് സെലനോളജി. മൂണിനെ കുറിച്ചുള്ള പഠനത്തിന് സെലനോളജി എന്നാണ് പറയാം. സി, ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ്സ് ആർ സാറ്റലൈറ്റ്. പ്ലാനറ്റിന് ചുറ്റും കറങ്ങുന്ന സെലസ്റ്റിയൽ ബോഡീസ് എന്താണ്? സാറ്റലൈറ്റ് ആണ്. ഡി, the time required for one rotation of the earth is estimated as 1 year. എന്താണ് പറയുന്നത്? എർത്തിൻ്റെ ഒരു റൊട്ടേഷന് വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 1 ഇയർ ആണ് എന്നാണ് കേട്ടോ. ഇനി അതിൽ ഫസ്റ്റ് വൺ എ സി ആർ കറക്റ്റ്, സെക്കൻഡ് വൺ ബി സി ആർ കറക്റ്റ്, തേർഡ് വൺ എ ഡി ആർ കറക്റ്റ്, ഫോർത്ത് വൺ ബി ഡി ആർ കറക്റ്റ്. ഇതിലേതാണ് മക്കളെ ശരിയായിട്ടുള്ളത്? സെക്കൻഡ് വൺ ആണല്ലേ. ബിയും സിയും മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മൂൺ ഈസ് നോൺ സെലനോളജി. ഹ്യൂമൻസ് കാല് കുത്തിയത് ഏതാണ്? മൂണിൽ മാത്രമാണല്ലേ. സി എന്താണ്? ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ്സ് ആർ കോൾഡ് സാറ്റലൈറ്റ്. അത് കറക്റ്റാണ്. ഡി തെറ്റാണ്. 1 ഇയർ അല്ല, 1 ഡേ ആണല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കൂ. അതിൽ സി ക്വസ്റ്റ്യൻ എന്താണ്? കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ഫുൾ മൂൺ ഡേ ആൻഡ് ന്യൂ മൂൺ ഡേ. ഫുൾ മൂൺ ഡേയും ന്യൂ മൂൺ ഡേയും കുറിച്ചുള്ള ഒരു ടേബിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. പൊസിഷൻ സൺ, മൂൺ, എർത്ത്. സണ്ണിനും എർത്തിനും ഇടയിലാണ് മൂണ്. ഫുൾ മൂൺ ഡേൻ്റെ അവിടെ പൊസിഷൻ തന്നിട്ടില്ല. സെക്കൻഡ് വൺ നോക്കൂ. ദ ഡേ ഇൻ വിച്ച് വി ക്യാൻ സീ ദ എൻറ്റയർ ഇല്ലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ. എന്താണ് ഫുൾ മൂൺ ഡേ എന്നാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് ഫുൾ മൂണിനെ മുഴുവനായിട്ട് കാണുന്ന ആ ദിവസമാണ് ഫുൾ മൂൺ ഡേ. ഇനി ന്യൂ മൂൺ ഡേൻ്റെ അവിടെ ഒന്നും തന്നിട്ടില്ല. അതിന് താഴെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കറുത്ത വാവ് എന്നും ന്യൂ മൂൺ ഡേ അറിയുന്നുണ്ട്. ഫുൾ മൂൺ ഡേൻ്റെ അവിടെയും ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ പൊസിഷൻ ആയിരുന്നു. എങ്ങനെയായിരിക്കും? സൺ, എർത്ത്, മൂൺ അങ്ങനെയാണ് കേട്ടോ. ഇനി ന്യൂ മൂൺ ഡേ എന്താണ്? ദ ഡേ ഇൻ വിച്ച് വി കാൺ സീ ദ മൂൺ അറ്റ് ഓൾ. മൂണ് കാണാൻ കഴിയാത്ത ദിവസമാണ് എന്ത്? ന്യൂ മൂൺ ഡേ. ഇനി തേർഡ് വണ്ണ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വെളുത്തവാവ്. ഫുൾ മൂൺ ഡേ
വെളുത്ത വാവ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി ആക്ടിവിറ്റി 5 ഹാസ് 2 ക്വസ്റ്റ്യൻസ് 5A ആൻഡ് 5B. ആൻസർ എനി വൺ കംപ്ലീറ്റ്ലി എന്നാണ് ചോദിക്കുന്നത്. ആക്ടിവിറ്റി 5A നോക്കൂ. സ്കൂൾ ഹിസ്റ്ററി. ലിസ്റ്റ് 4 സോഴ്സസ്, റെക്കോർഡ്സ് ഓർ ഒബ്ജക്ട്സ് ഫ്രം വിച്ച് വി ക്യാൻ ലേൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് എ സ്കൂൾ. സ്കൂളിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്ന ഏതെങ്കിലും 4 സോഴ്സസ് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഏതെല്ലാം എഴുതാം നമുക്ക്? ഓൾഡ് അഡ്മിഷൻ രജിസ്റ്റേഴ്സ്, പഴയ അഡ്മിഷൻ രജിസ്റ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ലോഗ് ബുക്സ് ഓർ സ്കൂൾ ഡയറീസ് ഉണ്ടാവും. ഓൾഡ് ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവും. മെമ്മോറീസ് ഓഫ് പാസ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, ഈ ഓർമ്മക്കുറിപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെ ഒക്കെ, അതിൽ നിന്നെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് നോക്കൂ. How did the construction of permanent bridges across the rivers help children education? ഇപ്പം എന്താണ് ചോദിക്കുന്നത്? പുഴയുടെ അക്കരെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഈ ബ്രിഡ്ജ് കെട്ടുന്നത് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക? എങ്ങനെയൊക്കെയായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് പെർമനൻറ്റ് ബ്രിഡ്ജസ് അക്രോസ് റിവേഴ്സ്, children were able to reach school safely and on time even during the rainy season. മഴക്കാലത്ത് വരെ കുട്ടികൾക്ക് സേഫായിട്ടും അതുപോലെ ഓൺ ടൈമിലും സ്കൂളിലെത്താൻ വേണ്ടി സഹായിക്കുന്നു. This reduced the inconvenience of travel and helped them continue their സ്റ്റഡീസ് വിത്തൗട്ട് ഇൻട്രപ്ഷൻ. തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവരെ പഠനം പൂർത്തിയാക്കാനും ഇത് സഹായിക്കും അല്ലേ. സി ക്വസ്റ്റ്യൻ നോക്കൂ. ഇനി ഹിസ്റ്ററി ഈസ് എ ജേർണി ത്രൂ ദ പാസ്റ്റ്. പാസ്റ്റിലൂടെയുള്ള ജേർണിയാണ് എന്ത്? ഹിസ്റ്ററി. ഇഫ് യു ഫൈൻഡ് എ കോപ്പർ പ്ലേറ്റ് വിത്ത് റൈറ്റിംഗ് ഇൻ യുവർ സ്കൂൾ കോമ്പൗണ്ട്, വൈ ഈസ് ഇറ്റ് കൺസിഡേർഡ് മോർ വാല്യൂബിൾ ഫോർ ഹിസ്റ്ററി ദാൻ എ പ്രിൻറ്റഡ് ടെക്സ്റ്റ് ബുക്ക്? നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് ഒരു റൈറ്റിങ്സ് ഒക്കെ ഉള്ളൊരു കോപ്പർ പ്ലേറ്റ് നമുക്ക് കിട്ടി. അത് നിങ്ങൾ കിട്ടുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിലേറെ നമ്മൾ എന്താണ്, ഹിസ്റ്ററിയാണ്, പഴയ ഒരു സാധനമാണെന്നുള്ളൊരു വാല്യൂ ഉണ്ടാവും അല്ലേ. എന്തുകൊണ്ടാണ്? ദ ടെക്സ്റ്റ് ബുക്ക് വേർ പ്രിൻറ്റഡ് ലേറ്റർ but the copper plates found in the school compound were made directly during that period and provide accurate evidence of the original history and script of the area. അപ്പോൾ എന്താണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം പ്രിൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ കോപ്പർ പ്ലേറ്റ് കണ്ടുപിടിച്ച നമ്മുടെ അവിടുത്തെ ആ സ്കൂളിൻ്റെ ചരിത്രം, ആ ഏരിയയുടെ ചരിത്രം, ഹിസ്റ്ററി ഒക്കെ നമുക്ക് കിട്ടും അല്ലേ. സോ ദേ ആർ ഓഫ് ഗ്രേറ്റർ വാല്യൂ ആസ് പ്രൈമറി ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്. സോ അതുകൊണ്ട് തന്നെ ഈ കോപ്പർ പ്ലേറ്റ്സിനും ഒക്കെ പ്രൈമറി ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൽ വളരെ വലിയ വാല്യൂ ആണ് ഉള്ളത്. വളരെ നമുക്ക് വിലമതിക്കാനാവാത്തതാണ് അത് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു നാടിൻ്റെ തന്നെ ചരിത്രം മുഴുവൻ നമുക്ക് അതിലൂടെ അറിയാൻ വേണ്ടി സാധിക്കും. ഇനി എന്താണ് പറയുന്നത്? ആക്ടിവിറ്റി 5B ആണ്, സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ചാണ് കേട്ടോ. കംപ്ലീറ്റ് ദ ടേബിൾ. നമ്മൾ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, നോക്കാം. ഇൻവെൻഷൻ, ഓൾഡ് മെത്തേഡ്, മോഡേൺ അഡ്വാൻറ്റേജ്. ഇൻവെൻഷൻ എന്താണ് തന്നിട്ടില്ല. ഓൾഡ് മെത്തേഡ് എന്താണ്? ഡ്രോയിങ് വാട്ടർ വിത്ത് എ ബക്കറ്റ് ഉപയോഗിച്ചിട്ടായിരുന്നു ആവശ്യത്തിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. മോഡേൺ അഡ്വാൻറ്റേജ് എന്താണ്? സേവ്സ് ടൈം ആൻഡ് ഫിസിക്കൽ എഫേർട്ട്. നമുക്കിപ്പോൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ ഫിസിക്കൽ എഫേർട്ടും കുറവാണ്. ഇൻവെൻഷൻ ഇൻ്റർനെറ്റാണ്. ഓൾഡ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് എവിടെ എഴുതണം. മോഡേൺ അഡ്വാൻറ്റേജ് എന്താണ്? ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ അവൈലബിൾ ഇൻസ്റ്റൻ്റ്ലി. പെട്ടെന്ന് തന്നെ നമുക്ക് എന്തറിവും കമ്മ്യൂണിക്കേഷനും ഒക്കെ സാധിക്കും. വാഷിംഗ് മെഷീൻ. ഓൾഡ് മെത്തേഡ് വാഷിംഗ് ക്ലോത്ത്സ് ബൈ ഹാൻഡ്, കൈകൊണ്ട് അലക്കലായിരുന്നു. മോഡേൺ അഡ്വാൻറ്റേജ് എന്താണ് നമുക്കതുകൊണ്ട് എന്ന് എഴുതണം. ലാസ്റ്റ് ഇൻവെൻഷൻ ഇവിടെ തന്നിട്ടില്ല. ഓൾഡ് മെത്തേഡ് എന്താണ്? പ്ലഫിംഗ് വിത്ത് ഓക്സൻ, കാളകളെ ഉപയോഗിച്ച് ഉഴുന്നുമറിക്കലായിരുന്നു. മോഡേൺ അഡ്വാൻറ്റേജ് ക്യാൻ പ്ലഫ് ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് വെരി ക്വിക്ക്ലി. ഒരുപാട് വലിയ സ്ഥലവും നമുക്ക് പെട്ടെന്ന് തന്നെ ഉഴുതുമറിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും, എന്തൊക്കെയായിരുന്നു മക്കളെ ഇൻവെൻഷനും അതുപോലെ അഡ്വാൻറ്റേജൊക്കെ നമുക്ക് എഴുതാം അല്ലേ. ഫസ്റ്റ് വൺ എന്താണ് ഇൻവെൻഷൻ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. എന്താണ് മക്കളെ? മോട്ടോ പമ്പാണ് കേട്ടോ. മോട്ടോർ ഉപയോഗിച്ചിട്ട് ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് വെള്ളം എത്ര വേണമെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം അല്ലേ. സെക്കൻഡ് വണ്ണ് എന്താണ് ഓൾഡ് മെത്തേഡ് എന്നാണ് ചോദിച്ചത്. ഇൻ്റർനെറ്റിൻ്റെ ഓൾഡ് മെത്തേഡ് എന്തായിരുന്നു? സെൻഡിങ് ലെറ്റേഴ്സ് ബൈ പോസ്റ്റ്, കത്തുകൾ അയക്കുകയൊക്കെ ആയിരുന്നു അല്ലേ. ഇനി തേർഡ് വൺ ചോദിച്ചത് മോഡേൺ അഡ്വാൻറ്റേജ് എന്താണെന്നാണ്. വാഷിംഗ് മെഷീനിൻ്റെ അഡ്വാൻറ്റേജ് ക്ലീനിങ് ക്ലോത്ത്സ് വിത്ത് ലെസ് ലേബർ ആൻഡ് ഫിസിക്കൽ സ്ട്രെയിൻ. അധികം ബുദ്ധിമുട്ടും ഫിസിക്കൽ സ്ട്രെയിനൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലോത്ത് ക്ലീൻ ചെയ്യാം.
ഇനി ചോദിച്ചത് എന്താണ് ഇൻവെൻഷൻ എന്നായിരുന്നു. ട്രാക്ടർ ആണല്ലേ ഇൻവെൻറ്റ് ചെയ്തത്. ഇനി നോക്കൂ ബി ക്വസ്റ്റ്യൻ. ജോൺ മെക്കാത്തി ഈസ് ദ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI. ഗീവ് വൺ എക്സാമ്പിൾ ഓഫ് ഹൗ AI ക്യാൻ ഹെൽപ്പ് എ ഫാമർ ഇൻ എ ലാർജ് ഫീൽഡ്. ജോൺ മെക്കാത്തി ആണ് AIൻ്റെ ഫാദർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ ചോദിക്കുന്നത്? ഫാർമറിന്, ഒരു കൃഷിക്കാരന് ഒരു പാടത്ത് AI ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ AI കൊണ്ട് കർഷകൻ എന്താണ് പ്രയോജനം, അദ്ദേഹത്തെ എങ്ങനെയൊക്കെയാണ് AI ഹെൽപ്പ് ചെയ്യുന്നത്, ഒരൊറ്റ എക്സാമ്പിൾ എഴുതിയാൽ മതി. എന്തെഴുതാം മക്കളെ? AI can help a farmer through smart irrigation system that automatically water the field only when the soil is dry, or by using drones to identify exactly which plants are diseased without the farmer having to walk through the entire field. അപ്പോൾ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം? വെള്ളം ഏത് ഉണങ്ങിയ മണ്ണിന് മാത്രം നമുക്ക് വെള്ളം നനയ്ക്കാനുള്ള ഓട്ടോമാറ്റിക്കലി മെത്തേഡ് ഉണ്ട്. മാത്രമല്ല ഡ്രോൺ ഉപയോഗിച്ച് ഏത് പ്ലാന്റിനാണ് ഡിസീസ് വന്നിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാതെ, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പോയി ചെക്ക് ചെയ്യാതെ കണ്ടുപിടിക്കാനുള്ള സംവിധാനവും ഉണ്ട് കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻവെൻഷൻസ് റെഡ്യൂസ്ഡ് ഫിസിക്കൽ ലേബർ ബട്ട് ഡസ് ദാറ്റ് മേക്ക് അസ് ലേസി. ഇൻവെൻഷന് ഓരോ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ കായികപരമായിട്ടുള്ള ഫിസിക്കൽ ലേബറൊക്കെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ എന്താക്കുന്നുണ്ട്? മടിയന്മാരാക്കുന്നുണ്ടോ? കമ്പയർ ദ യൂസ് ഓഫ് വാഷിംഗ് മെഷീൻ വിത്ത് വാഷിംഗ് ക്ലോത്ത്സ് ബൈ ഹാൻഡ്. വാഷിംഗ് നമ്മൾ കൈകൊണ്ട് അലക്കുന്നതിനെയുമായിട്ട് താരതമ്യം ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ഈസ് എവറി ഇൻവെൻഷൻ ഓൾവേസ് ബെറ്റർ ഫോർ അവർ ഹെൽത്ത്. എല്ലാ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ബെറ്റർ ആണോ, നല്ലതാണോ? ജസ്റ്റിഫൈ യുവർ തിങ്കിങ്. നിങ്ങളുടെ ചിന്തകൾ എഴുതാനാണ് പറയുന്നത് കേട്ടോ. വാഷിംഗ് മെഷീൻ റിഡ്യൂസ് മാനുവൽ ലേബർ. ഫിസിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ദ എക്സസൈസ് ആസ് വാഷിംഗ് ബൈ ഹാൻഡ്. പക്ഷേ കൈകൊണ്ട് അലക്കുന്ന ആ ഒരു എക്സസൈസും കാര്യങ്ങളൊന്നും നമുക്ക് വാഷിംഗ് മെഷീനിലൂടെ കിട്ടില്ല. ഓൾ ഇൻവെൻഷൻസ് ആർ കൺവീനിയൻറ്റ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും എന്ത് തന്നെയാണ്? നല്ലത് തന്നെയാണ്. ബട്ട് ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ് ക്യാൻ ബി ഹാംഫുൾ ടു ഹെൽത്ത്. പക്ഷേ ഫിസിക്കൽ എക്സസൈസിൻ്റെ കുറവ് എന്താക്കും? ഹെൽത്തിന് ഹാംഫുൾ ആണ്, ആരോഗ്യത്തിന് ഹാനികരമാണ്. Therefore, we should do the necessary exercise while using the inventions. അതുകൊണ്ട് തന്നെ ഇൻവെൻഷൻസ് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും. താങ്ക്